കേരള പ്രവാസി സംഘം കാഞ്ഞങ്ങാട് ബല്ല മേഖലാ സമ്മേളനം അതിയാമ്പൂരിലെ വായനശാലയിൽ വെച്ച് നടത്തി. ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് കേരള പ്രവാസി സംഘം ബല്ല മേഖലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. പ്രവാസി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് മെഡീസ് പദ്ധതി നടപ്പിലാക്കണമെന്നും ഇറാൻ-ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട സമ്മേളനം അതിയാമ്പൂർ കിഴക്കങ്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഇരുവശങ്ങളിലും കൾവർട്ട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചു. അതിയാമ്പൂർ വായനശാലയിൽ വെച്ച് നടത്തിയ സമ്മേളനം കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം കണ്ടത്തിൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും അതിൻ്റെ സുവർണ്ണ കാലഘട്ടം ആരംഭിക്കുന്നത് 2006 വന്ന മഹാനായ വിലിയസിൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് പ്രവാസികൾക്ക് വേണ്ടി വകുപ്പുകൾ രൂപീകരിക്കപ്പെട്ടത്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ വിലിയസിൻ്റെ കാലത്ത്. പക്ഷെ 500 രൂപയാണ് പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രത്തിൽ തുടങ്ങിയ ക്ഷേമ പെൻഷൻ പദ്ധതി വെൽഫെയർ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ പദ്ധതി പിന്നീട് അങ്ങോട്ട് ബന്ധപ്പെട്ട സർക്കാരുകൾ വരുമ്പോഴൊക്കെ അതിൻ്റെ സുവർണ്ണ കാലഘട്ടം തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ പ്രവാസി വനിതാ വിഭാഗം സെക്രട്ടറി എൻ ഗീത അധ്യക്ഷയായി. ഷാജി എടമുണ്ട, സുരേന്ദ്രൻ അടോട്ട്, പി മഞ്ജുനാഥൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി പി വേണുഗോപാലൻ സ്വാഗതവും പി സുധീർ കുമാർ നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ഉപഹാരം നൽകി അനുമോദിച്ചു. മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി M ഗംഗാധരനെ പ്രസിഡന്റായും പി വേണുഗോപാലിനെ സെക്രട്ടറിയായും K തമ്പാനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.